മലയാളികൾക്ക് മുന്നിൽ എൻ്റെ തിരുവല്ലോമല. തിരുവല്ലോമലയുടെ ടൂറിസം വികസന സാധ്യതകൾ ലോക മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന എൻ്റെ തിരുവല്ലോമല ക്യാമ്പയിനിൻ്റെ ഭാഗമായി പുതുവർഷ കലണ്ടർ പുറത്തിറക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പ്രകാശനം നടത്തി. വാർഡംഗം കെ.പി. ഉമാശങ്കർ അധ്യക്ഷനായി. എൻ്റെ തിരുവല്ലോമല എന്ന ആശയം പ്രാവർത്തികമാക്കിയ ആനമല ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എ.എൻ. നൗഫലിനും പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നതായി കലണ്ടർ പ്രകാശനം നടത്തിയ ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പറഞ്ഞു. നൗഫലിനെ കൂടാതെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ നന്ദി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ എൻ്റെ തിരുവില്ലാമല എന്ന ആശയം അന്വർത്ഥമാക്കിയ ഈ ആനമല ഗ്രൂപ്പിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ കലണ്ടർ പ്രകാശനം നിർവഹിച്ചതായിട്ട് എല്ലാവരുടെയും സമ്മതത്തോടുകൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നടക്കുന്നതിൻ്റെ ഭാഗമായി ആനമല ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറുകയാണ്. പുതിയ പുതിയ ചില പരിപാടികൾ ആസൂത്രണം ചെയ്യും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇങ്ങനെ സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പുത്തനായ പുതുമ നിറഞ്ഞ ഒട്ടേറെ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാട്ടുകൊള്ള മനോഹരമാക്കുകയാണ്. കാട്ടുകൊള്ള മനോഹരമാക്കുമ്പോൾ കുറെ ആളുകൾ പറഞ്ഞു, നൗഫലിന് എന്തെങ്കിലും തലക്ക് അസുഖം പിടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ അത് പതുക്കെ പതുക്കെ നേരാക്കി വരുമ്പോൾ ആദ്യം പ്രതിഷേധമുണ്ടായി. ഇതെന്തോ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്വകാര്യ ലാഭത്തിന് വേണ്ടി ചിലപ്പോൾ അധികാരം ഉള്ള ആളുകൾ വരെ കീഴ്പ്പെട്ടു പോകുകയാണോ എന്ന സംശയം ഉടലെടുക്കുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷേ തൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പരിസരവും തൻ്റെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന ഈ നാടും പരിശുദ്ധമാകണം, സ്നേഹമുള്ളതാകണം, ആ കൂട്ടായ്മ നിലനിർത്തി കൊണ്ടുപോകണം എന്നതിൻ്റെ ആ അടിസ്ഥാനത്തിലാണ് എല്ലാ രംഗത്തും ഇടപെടുകയാണ്, പണം ചെലവഴിക്കുകയാണ്. ഇപ്പൊ കാട്ടുവളത്തിന് മുമ്പിൽ നല്ല ചെടികളൊക്കെ വെച്ചു. പ്രസിഡന്റ് മാവിൻ്റെ തൈ വെച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മാവിൻ്റെ കൊമ്പ് പൊട്ടിച്ചപ്പോൾ മാങ്ങ തൂങ്ങുകയാണ്. കാരണം ഏറ്റവും ചെറിയ മാങ്ങ പുതിയ വേഗം കാക്കുന്ന കുറ്റി, അങ്ങനെ 10 മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നൗഫലിനല്ല പൊട്ടിക്കാൻ കഴിയുക. ഒരു മാങ്ങ പൊട്ടിച്ചു തിന്നണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥി ചിലപ്പോൾ അത് പൊട്ടിച്ചു തിന്നു എന്ന് വരും. ആ നൗഫല് 10 രൂപ ചെലവഴിച്ചപ്പോൾ ആ പണം ഒരാഗ്രഹം ഉള്ള ഒരു കുട്ടിയുടെ അത് സഫലീകരിക്കാൻ കഴിയുകയാണ്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് മറ്റൊരാൾക്ക് ഗുണമാകുക, മറ്റൊരാളിൽ സ്നേഹമുണ്ടാക്കുക, മറ്റൊരാളിൽ അതിനർഹമായ ഒരു സ്ഥാനമുണ്ടാകുക എന്ന അടിസ്ഥാനത്തിൽ സ്വാർത്ഥതക്കപ്പുറം പ്രവർത്തിക്കുക എന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ നൗഫലും ആനമല ഈ ഹോം സ്റ്റേയും. എൻ്റെ അകമെന്ന് പറയുന്നത് വലുതായ ഒന്നാണ്. കാരണം ഒരു കലണ്ടർ കേവലം ഒരു ടേബിളിൻ്റെ മുകളിൽ വെക്കുക എന്നതിനേക്കാൾ ഉപരി തിരുവല്ലാമലയുടെയും ഈ നാടിൻ്റെയും സ്വത്വത്തെ ഒന്ന് പ്രദർശിപ്പിക്കുക എന്നത് കൂടിയാണ്. ആനമല ഹോം സ്റ്റേയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരൻ ശ്രീ നൗഫൽ തിരുവല്ലാമലയിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കുകയാണ്. കേവലം ഒരു ഹോം സ്റ്റേ എന്നതിനപ്പുറം ഈ നാടിനും ഈ നാട്ടിലെ മനുഷ്യർക്കും ഉപയോഗപ്പെടുന്നതും അവരെയെല്ലാം കൂട്ടിയിണക്കുന്നതുമായ ഒട്ടേറെ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നത് ഏറ്റവും മഹനീയമായ ഒന്നായി കാണുന്നു. കാരണം ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരമൊരു ഹോം സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ സമ്പത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഇവിടെ വിനിയോഗിച്ച് അതിലൂടെ ലാഭമുണ്ടാക്കുക എന്നതായിരിക്കുമെന്നാണ് ഭൂരിഭാഗം ജനങ്ങളും ഒക്കെ കരുതിയത്. ജാതിയോ മതമോ സമ്പന്നനോ ഇല്ലാത്തതോ ഒന്നും വ്യത്യാസമില്ലാതെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഉപകരിക്കുന്നതാണ്. ആ പണം ഇവിടെ പദ്ധതിയായി വെച്ചപ്പോൾ അത് നടപ്പിലാക്കുന്നതിന് സഹായകരമായി അതിന് വേദിയായത് ഈ നീന്തൽക്കുളമാണ്. ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന ഒരു ചടങ്ങാണ് സത്യത്തിൽ ഇന്ന് നടന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒട്ടേറെ സവിശേഷതകൾ തിരുവല്ലാമലയ്ക്കുണ്ടെങ്കിലും
അതൊക്കെ ഉപയോഗപ്പെടുത്താനും അത് പ്രയോജനപ്പെടുത്താനും ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉള്ള തടസ്സങ്ങളും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അതിൻ്റെ ശ്രമമില്ലായ്മയും ഒക്കെ കാലങ്ങളായി തിരുവില്ലാമയിൽ നിലനിന്നിരുന്നു. കുളം പരിസരം വൃത്തിയാക്കുന്നതിൽ മുന്നിട്ട് പ്രവർത്തിക്കുന്നതായും പ്രസിഡന്റ് വ്യക്തമാക്കി. മാലിന്യം നീക്കം ചെയ്യുന്നത് വെല്ലുവിളി നിറഞ്ഞതാണെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ മാതൃക മറ്റുള്ളവരും പിന്തുടരണമെന്നും സഹകരിക്കണമെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. തിരുവില്ലുവമലയിൽ ആനമല ശ്രദ്ധാകേന്ദ്രമാകുകയാണെന്നും പുതുമ നിറഞ്ഞ പരിപാടികളാണ് നടക്കുന്നതെന്നും അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച വാർഡംഗം KP ഉമാശങ്കർ പറഞ്ഞു. കാട്ടുകുളം പ്രദേശം മനോഹരമാകുകയാണ്. ആദ്യം പ്രതിഷേധമുണ്ടായി. സ്വകാര്യ ലാഭത്തിനു വേണ്ടി അധികാര കേന്ദ്രങ്ങൾ കീഴ്പ്പെട്ടു പോകുകയാണെന്ന് സംശയമുണ്ടായി. അതെല്ലാം പരിഹരിക്കാനായി. തിരുവില്ലുവമലയുടെയും നാടിൻ്റെയും സ്വത്വത്തെ പ്രദർശിപ്പിക്കുക കൂടിയാണ് എൻ്റെ തിരുവില്ലുവമലയിലൂടെ. ആനമല ചരിത്രം സൃഷ്ടിക്കുകയാണ്. ഒരു ഹോം സ്റ്റേ എന്നതിലപ്പുറം ഈ നാടിനും നാട്ടുകാർക്കും ഉപയോഗപ്പെടുന്നതും കൂട്ടിയിണക്കുന്നതുമായ പരിപാടികൾക്കാണ് നേതൃത്വം നൽകുന്നതെന്ന് മഹനീയമായ കാര്യമാണെന്നും KP ഉമാശങ്കർ പറഞ്ഞു. തിരുവില്ലുവമലയെ ബ്രാൻഡ് ചെയ്യുന്ന ചടങ്ങാണ് നടന്നിരിക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് M ഉദയൻ അഭിപ്രായപ്പെട്ടു. തിരുവില്ലുവമലയെ മുന്നിലെത്തിക്കാനുള്ള വിവിധ ക്യാമ്പയിനുകൾ നടത്താനായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ഉദയൻ, K ജയപ്രകാശ് കുമാർ, സ്മിത സുകുമാരൻ, ഫൈസൽ പടിഞ്ഞാറേക്കര, ഗോപകുമാർ കുറ്റിപ്പുറത്ത്, TP രവികുമാർ, മനോജ് ചീരാത്ത്, N രാംകുമാർ എന്നിവർ സംസാരിച്ചു.